ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഹോണ്ട അമേസിലെ VX മിഡ് വേരിയൻ്റ് ആണ്. അമേസിൽ നമുക്ക് VX, ZX 3 വേരിയൻറ്റുകൾ മാത്രമാണ് വരുന്നത്. അതിൽ മിഡ് വേരിയൻ്റ് ആണ് VX എന്ന് പറയുന്നത്. അമേസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഈ ഒരു VX വേരിയൻ്റ് ആണ്. ഈ VX വേരിയൻറ്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഈ സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനമായ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് അമേസിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അമേസ് VX വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ഈ VX വേരിയൻ്റ് ആണ്. ഇപ്പോൾ അമേസിൻ്റെ ഏത് വേരിയൻ്റ് ആണെങ്കിലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എല്ലാ വേരിയൻറ്റുകളും എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡുമായിട്ട് വരുന്ന ഏക ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് അഡാസ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കീന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പ് എൻഡ് വാഹനത്തിൽ വരുന്ന ആ സെയിം കീ തന്നെയാണ് ഈ ഒരു മിഡ് വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്മാർട്ട് കീ എന്ന് വേണമെങ്കിൽ പറയാം. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഫീച്ചേഴ്സ് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ അമേസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കുറച്ചുകൂടി ഒരു ബോൾഡർ ഡിസൈനാണ് വരുന്നത്. അതിന് കാരണം നമുക്ക് ഈ വലിയ ഗ്രില്ലുകളാണ്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടുക്കായിട്ട് ഹോണ്ടയുടെ വലിയ ലോഗോ, ടോപ്പിൽ ആ ക്രോം ബാർ, വളരെ വലിപ്പം കൂടിയൊരു ക്രോം ബാർ കാണാം. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ബൈസൺ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. എല്ലാ വേരിയൻറ്റുകളും സിമിലർ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് DRL നമുക്ക് എല്ലാ വേരിയൻറ്റിലും കാണാം. അത് 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ വരുന്ന LED പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റ് ആണ് ഈ ഒരു മിഡ് വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. 172 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ടോപ്പിൽ ആ DRL ആ ഒരു വൈറ്റ് ഫിനിഷിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ലെയിൻ വാച്ച് ക്യാമറ നമുക്ക് ഈ മിഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് നമ്മളുടെ അഡാസിൻ്റെ ആ ഒരു ഫീച്ചർ മാത്രമാണ്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. അണ്ടർ സബ് 4 മീറ്ററിൽ വരുന്നതാണ്. 1995 mm ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ വീൽ ബേസ് ആണ് 2470. അതുകൊണ്ട് അകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വിട്ട് നോക്കുകയാണെങ്കിൽ 1733, ഹൈറ്റ് 1500 mm ആണ് വരുന്നത്. വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഡ് വേരിയൻറ്റിൽ 15 ഇഞ്ച് അലോയ് വീലുകളാണ് വരുന്നത്. 185/60R15 ആണ് ടയർ സൈസ് വരുന്നത്. ടോപ്പ് എൻഡിലെ സെയിം ടയർ സൈസ് കാര്യങ്ങളാണ്. ടോപ്പ് എൻഡിലെ അലോയ്സ് ഒരു ഡയമണ്ട് കട്ട് അലോയ്സിലേക്ക് ചേഞ്ച് ആവും. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അലോയ്സിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഹോണ്ട സിറ്റിയിൽ കണ്ട സെയിം ലുക്കിലാണ് വരുന്നത്. LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിലാണ്. അതുവഴി നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ചെയ്യാവുന്നതാണ്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. സൺ റൂഫ് ഒരു വേരിയൻറ്റിലും വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. അത് ബേസ് വേരിയൻ്റ് തൊട്ട് ഷാർഫിൻ ആൻറ്റിനയാണ് വരുന്നത്. വേറെ എടുത്തു പറയത്തക്ക ലൈൻസോ കട്ട്സോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് തന്നെ വരുന്നു. അതൊരു LED ടെയിൽ ലൈറ്റാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബാക്കിലെ സ്റ്റോപ്പ് ലൈറ്റ് അതിനകത്ത് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഇവിടെ ഇത് ഇൻഡിക്കേറ്റേഴ്സ് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ലൈറ്റ് ഇവിടെ അതും ഹാലജനായിട്ടാണ് വരുന്നത്. IV ടെക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. അമേസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. നടുക്ക് ഹോണ്ടയുടെ ഒരു വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിലെ ഗ്ലാസ് ഡീഫവറുള്ള ഗ്ലാസ്സുകളാണ്. അതിൻ്റെ നടുക്കായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ലോഗോൻ്റെ താഴെ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ ഒരു റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളും അതിൻ്റെ താഴെയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെഗ്മെൻറ്റിൽ അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ടുകളാണ് അമേസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് 416 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. അതിനിവിടെ നമുക്കൊരു കവറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ താഴെയായിട്ട് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബേസ് വേരിയൻ്റ് വരുന്ന 175/70R14 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പെയർ വീല്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് ആ ഒരു ഫിനിഷാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഡ് വേരിയൻറ്റിലൂടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. ഡോർ പാഡ് നമുക്ക് ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിൽ കാണാം. ടൂട്ടറുകൾ വരുന്നുണ്ട്. 4 സ്പീക്കറും 2 ടൂട്ടറുള്ള മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളെല്ലാം ഒരു ബേജ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം.
നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് ഇവിടെ കോർണറിലായിട്ടാണ് പുഷ് ബട്ടൻ്റെ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. VX വേരിയൻറ്റിൻ്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഏതൊരു ഡിഫറൻസ് നമുക്ക് ക്രൂസ് കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മാത്രമാണ്. മറ്റെല്ലാ ലുക്കും ഫീച്ചേഴ്സും എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള റൗണ്ടഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു സിൽവർ ഇൻസെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെയും ഫോണിൻ്റെയും കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ്, ടെലസ്കോപ്പിക് വരുന്നില്ല. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് CVT ആണ്. അതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വശങ്ങളിലായിട്ട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറയുടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വശത്തെ ലൈൻ വാച്ച് ക്യാമറയുടെ ക്യാമറ ഫംഗ്ഷൻ ആവുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്തും, അതായത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്തും ആ ക്യാമറ ഫംഗ്ഷൻ ചെയ്യും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എല്ലാ വേരിയന്റുകളും ഒരു ഹാഫ് ഡിജിറ്റൽ ഹാഫ് അനലോഗ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്പീഡോമീറ്റർ അനലോഗായിട്ടും അവിടെ ചേർന്ന ഒരു ഡിസ്പ്ലേയിലാണ് നമുക്ക് നമ്മുടെ RPM മീറ്ററും മറ്റ് ഇൻഫർമേഷൻസും കൊടുത്തിരിക്കുന്നത്. അത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഓരോ നമ്മുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് ടോഗിൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്നോ അതെല്ലാം ഇതിനകത്ത് ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും ഈ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. ഈ VX വേരിയന്റിൽ 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 2 സൂം ഓപ്ഷനുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നേരെ താഴെയുള്ള ഒബ്ജക്റ്റ് വരെ നമുക്ക് സൂം ചെയ്ത് അതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഈ ഒരു മിഡ് വേരിയന്റിൽ വരുന്നില്ല. അത് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. മറ്റ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ സെറ്റിംഗ്സും റിലേറ്റഡ് ആയിട്ട് മറ്റെല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC വെൻസിനകത്തെല്ലാം ഒരു ക്രോം ഇൻസെറ്റ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് നമ്മുടെ മിഡ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബട്ടണുകൾ കാണാം. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു USB ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. വയർലെസ് ചാർജ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് CVT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും വരുന്നില്ല. അവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മിററോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് ഹാലജനാണ്. നമുക്ക് ഫ്രണ്ടിലും സെന്ററിലും റീഡിംഗ് ലൈറ്റുകൾ കാണാം. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVMs അല്ല, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട്. അതിനകത്തും മിറർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വശത്തും ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം. മറ്റു വാഹനങ്ങളിൽ ഡ്രൈവർ സൈഡിൽ ഗ്രാബ് ഹാൻഡിൽ കാണാറില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മിഡ് വേരിയന്റിൽ തന്നെ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് 2 AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. അതിന് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. 3 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം. ഐസോഫിക്സ് സൈഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ഉണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് നല്ല കംഫർട്ടായിട്ട് ഒന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് ബാക്ക് തരുന്നുണ്ട്. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ നമുക്ക് ഇവിടെയായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേസ് VX വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ അമേസിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ 1.2 ലിറ്റർ VTEC പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ആ പെട്രോൾ എഞ്ചിന്റെ ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് പെയർ ചെയ്തിരിക്കുന്ന ഒരു 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു CVT ഗിയർ ബോക്സുമായിട്ടാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 19 km/ലിറ്റർ ഒക്കെയാണ് മൈലേജ്. അത് ഓട്ടോമാറ്റിക് മാനുവൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് റിയൽ ലൈഫിലൊരു 14-നും 15-നും ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 90 PS ആണ് പറയുന്നത്. അതായത് 89 HP അടുത്ത് പവർ തരുന്നു. 110 Nm ടോക്കും ഉത്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. എഞ്ചിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം, ഇത് വളരെ ക്വയറ്റ് ആയിട്ട്, വളരെ സൈലന്റ് ആയിട്ട്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിനാണ്. ഈ സെഗ്മെന്റിലെ മറ്റൊരു വാഹനമായ നമ്മളുടെ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ് എൻ്റെ ഒരു ഇന്റീരിയർ, മീൻസ് എഞ്ചിന്റെ ഒരു റിഫൈൻമെന്റ് കാര്യങ്ങൾ. കാര്യം ഡിസൈറിൽ 3 സിലിണ്ടർ വന്നപ്പോൾ അമേസിൽ ഇപ്പോഴും നമ്മുടെ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് എല്ലാ വേരിയന്റുകളിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 3 വേരിയന്റുകളാണ് വരുന്നത്: V, VX, ZX. V മാനുവൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എക്സ്ഷോറും 8 ലക്ഷം രൂപയാണ്, 7.99 lakhs. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,33,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബേസ് വേരിയന്റിലും CVT അവൈലബിൾ ആണ്. അതിനകത്തേക്ക് വരുമ്പോൾ എക്സ്ഷോറും പ്രൈസ് 9,19,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,71,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. മിഡ് വേരിയന്റായ VX മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9,10,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,59,000 രൂപയാണ് പ്രൈസ് വരുന്നത്. VX CVT നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഡ് വേരിയന്റിൽ CVT ഓട്ടോമാറ്റിക് വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 10 ലക്ഷം രൂപയാണ്. അതായത് 9,99,000 രൂപ. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,62,000 രൂപ. പിന്നെ നമ്മൾ ടോപ്പ് എൻഡിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. ആ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് 9,69,000 രൂപയും അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,28,000 രൂപ. CVT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,89,000 രൂപ ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,98,000 രൂപ. അതായത് 13 ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഡയറക്റ്റ് കോമ്പറ്റീഷനെ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ വരുന്നൊരു ഡിഫറൻസ് നോക്കാം. അതായത് ഇതിന്റെ ബേസ് വേരിയന്റായ മാനുവൽ V വേരിയന്റ് ഡിസൈറിന്റെ ശരിക്കും മിഡ് വേരിയന്റായ VX ആയിട്ടാണ് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത്. ആ VXi വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് 9,10,000 രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അമേസിന് പ്രൈസ് കുറവാണ്. പക്ഷേ ഡിസൈറിൽ നമുക്ക് AMT വരുന്നുണ്ട്, അതിന് 9,60,000 രൂപയും. അമേസിലേക്ക് വരുമ്പോൾ അത് 10,71,000 വരും. കാര്യം അത് പ്രോപ്പർ ഓട്ടോമാറ്റിക് CVT ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VX വേരിയന്റ് ഡിസൈറിന്റെ ZXi വേരിയന്റായിട്ടാണ് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത്. അതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഡിസൈറിന് 10,35,000 രൂപയും അമേസിന് 10,59,000 രൂപയാണ് വരുന്നത്. 20,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഡിസൈറിലുള്ളതിനേക്കാളും ഒത്തിരി ഫീച്ചേഴ്സ് അധികം നമുക്ക് അമേസിൽ കാണാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അമേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ CVT ആണ് 11,28,000 വരുമ്പോൾ നമുക്ക് ഡിസൈറിൽ 10,86 വരുന്നുള്ളൂ. കാരണം നമ്മൾ ഒരു 50,000 രൂപ കൂടുതൽ പേ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രോപ്പർ CVT ഗിയർ ബോക്സ് ലഭിക്കും വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ്. അമേസിൽ ഡിസൈറിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 2 വാഹനങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈലേജ് ഒരു കൺസേൺ അല്ല എങ്കിൽ 100% നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അമേസ് ആണ്. കാരണം ഡിസൈറിന്റെ ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനകത്ത് മൈലേജ് കൂടുതൽ കിട്ടും, 5 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിൽ കിട്ടിയെന്നുള്ളത് മാത്രമാണ്. അത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാറ് ഈ ഒരു അമേസ് ആണ്. അതിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഒരു VX വേരിയന്റ് ആണ്. കാരണം ഒരു ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ വാഹനത്തിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം മൈലേജ് നോക്കി കഴിഞ്ഞാൽ അമേസിനും നല്ല രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ 15-16 മൈലേജ് കിട്ടും. ഡിസൈറിന് നമുക്കൊരു 20 അടുത്ത് മൈലേജ് കിട്ടും. ആ ഒരു 5 കിലോമീറ്ററിന്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. വളരെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി നമ്മളുടെ അമേസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഹോണ്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഹോണ്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമേസിൻ്റെ ഒക്കെ റെഡി വാഹനങ്ങൾ എല്ലാ വേരിയന്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.